തിരുവനന്തപുരം നഗരസഭയുടെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായുള്ള റോഡുകളുടെ നിർമ്മാണം ഇഴയുന്നത് ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കുന്നു. കിള്ളിപ്പാലം അട്ടക്കുളങ്ങര ബൈപ്പാസ് റോഡ് ഒരു മാസക്കാലത്തേക്ക് പൂർണ്ണമായി അടച്ചിടാനാണ് നഗരസഭയുടെ തീരുമാനം. കിഴക്കേക്കോട്ടയിലേക്കുള്ള പ്രധാന റോഡാണ് നിർമ്മാണത്തിനായി പൂർണ്ണമായി അടച്ചിട്ടിരിക്കുന്നത്. കിള്ളിപ്പാലം അട്ടക്കുളങ്ങര ബൈപ്പാസ് റോഡ് നിർമ്മാണം ആരംഭിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടു. നഗരത്തിൽ അപകടക്കെണിയും ഗതാഗതക്കുരുക്കും സൃഷ്ടിച്ച് ഒച്ചിഴയും വേഗത്തിൽ നീങ്ങുകയാണ് റോഡ് നിർമ്മാണം. പൊതുവെ തിരക്കേറിയ റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. വലിയ വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ ഗതാഗതക്കുരുക്ക് സ്ഥിരം കാഴ്ചയാണ്. ലോറി പോലുള്ള വാഹനങ്ങൾ കടന്നുപോയാൽ കുരുക്കഴിയാൻ മണിക്കൂറുകൾ എടുക്കും. ഒരു വണ്ടി നിർത്താനും സ്ഥലമില്ല, സാധനം എടുക്കാനും വഴിയില്ല, പാട് തന്നെ. എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടാണ്. ഇവിടെ ആളുകൾ അനുഭവിക്കുന്ന ദുരിതം കണ്ടില്ലേ? കടയിൽ പോലും കച്ചവടം കിട്ടുന്നില്ല, ഒരു കടയിലും. ഇത് സ്റ്റെയിൻസ് ആണ്, സ്റ്റെയിൻസ് എന്ന് പറയുന്ന കടയാണ്. ഈ കടയിൽ ഒരു ദിവസം 10-40 ലക്ഷം രൂപ കച്ചവടമാണ്. പക്ഷെ എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പൊ പാതി ആള് പോലും ഇല്ല ഈ വഴി കാരണം. ഇതിന് പുറമെയാണ് ഒരു മാസക്കാലത്തേക്ക് റോഡ് പൂർണ്ണമായി അടച്ചിടാനുള്ള നഗരസഭയുടെ തീരുമാനം. കിഴക്കേക്കോട്ടയിലേക്കുള്ള പ്രധാന റോഡ് കൂടിയായതിനാൽ നഗരസഭാ തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ക്രൂരതയാണെന്ന് പറഞ്ഞാൽ വികസനങ്ങളെല്ലാം നല്ലതാണ്, പക്ഷേ ജനങ്ങളുടെ വയറ്റത്തടിച്ചിട്ടാവരുത് വികസനം വെക്കേണ്ടിയിരുന്നത്. കാരണം ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാത്ത ഒരു സിറ്റുവേഷനാണ്. ഇപ്പോൾ ഞാനിവിടെ ഇട്ട് നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ? അയ്യോ എൻ്റെ അന്നമാണ് മുട്ടുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എല്ലാവരും അതിനുള്ളൊരു തീരുമാനം എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. നഗരത്തിലെ റോഡുകൾ സ്മാർട്ടാക്കുന്നതിന് 2 വർഷം മുൻപാണ് പദ്ധതി തുടങ്ങിയത്. പദ്ധതി ഉടൻ പൂർത്തീകരിക്കുമെന്ന മന്ത്രിമാരുടെയും നഗരസഭയുടെയും ഉറപ്പ് അനന്തമായി നീളുകയാണ്. ജനം, തിരുവനന്തപുരം.